ഡൽഹിയിൽ കോക്രോച്ച് പാർട്ടിയുമായി കേന്ദ്ര സർക്കാർ ചർച്ച നടത്തുകയാണ്. ഡൽഹി BP ഹൌസിലാണ് ചർച്ച. കേന്ദ്രമന്ത്രിമാരായ JP നദ്ദയും ജിതേന്ദ്ര സിംഗുമാണ് ചർച്ച നടത്തുന്നത്. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ആദർശ് ചെയ്യുന്നുണ്ട്. ആദർശ്, നിർണായകമായ ഒരു ചർച്ചയാണ്. എന്താണ് ഈ ചർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിശദാംശങ്ങൾ? ആരൊക്കെയാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്? എന്തൊക്കെയാണ് ഈ ചർച്ചയിൽ പ്രധാനമായും ഇരുവരും ചർച്ച ചെയ്യുക, ഇരു കൂട്ടരും? ഡൽഹിയിൽ കോക്രോച്ച് പാർട്ടിയുമായി കേന്ദ്ര സർക്കാരിന്റെ നിർണായക ചർച്ച നടത്തുകയാണ്. എന്താകും തീരുമാനം? പ്രതിഷേധത്തിൽ നിന്നും പിന്മാറുമോ CJP? ഡൽഹി BP ഹൌസിലാണ് നിർണായക ചർച്ച. ആദർശുണ്ട് വിവരങ്ങൾ പങ്കുവയ്ക്കാൻ. ആദർശെ, ആരൊക്കെയാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്? എന്തുകൊണ്ടും ഇതൊരു നിർണായക ചർച്ചയാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ ചർച്ചയിൽ എന്തൊക്കെ ആവശ്യങ്ങൾ ഉയർന്നു വരാനാകും സാധ്യത? ആദർശ്. അശ്വതി, കേന്ദ്ര സർക്കാരിനെ പ്രതികരിച്ച മന്ത്രിമാരായ JP നദ്ദയും ജിതേന്ദ്ര സിംഗും ആണ് ചർച്ചയിൽ പങ്കെടുക്കുക എന്ന് നേരത്തെ തന്നെ സർക്കാർ വ്യക്തമാക്കിയിരുന്നു. CJPയുടെ വക്താക്കളായ സൗരവ് ദാസും അശുതോഷ് രംഗയുമാണ് ഈ ചർച്ചയ്ക്കായി ജന്തർ മന്ദറിൽ നിന്ന് പുറപ്പെടുകയും അവർ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ്ബിലാണ് ആദ്യം ചർച്ച എന്ന് പറയുകയും പിന്നീട് വേദി BP ഹൗസിലേക്ക് മാറ്റിയതായിട്ടുള്ള ചില വിവരങ്ങൾ പുറത്തു വരികയും ചെയ്തിരുന്നു. എന്നാൽ BP ഹൗസിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പുകളൊന്നും ലഭിച്ചിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അവിടെയും പോലീസിന്റെ നേതൃത്വത്തിൽ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു. കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ്ബ് തന്നെ വേദിയാക്കണം എന്നുള്ള ഒരു ആവശ്യം നേരത്തെ ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ മുന്നിൽ നിന്ന് വന്നിരുന്നു. എന്തായാലും ഈ ചർച്ച സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ തന്നെ ഈ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ആവശ്യങ്ങളിൽ പ്രധാനപ്പെട്ടത് കർശന നടപടി ഈ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകണം എന്നുള്ളതായിരുന്നു. അതിൽ അതിവേഗ കോടതിയടക്കം നിയമനിർമ്മാണം അടക്കം കുറ്റക്കാർക്കെതിരെയുള്ള ശിക്ഷ അടക്കമുള്ള കാര്യങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നിലപാട് വ്യക്തമാക്കുകയും ഇത് സംബന്ധിച്ചുള്ള സുപ്രധാനമായ പ്രഖ്യാപനങ്ങളും നടത്തുകയും ചെയ്തിരുന്നു. പിന്നാലെ സോനം വാങ്ചുക്ക് നിരാഹാര സമരം അവസാനിപ്പിക്കുന്ന കാര്യം അറിയിക്കുകയും ചെയ്തു. എന്തായാലും ചർച്ചയ്ക്ക് ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിനിധികൾ എത്തുമ്പോൾ അത് ഈ ചർച്ച നടത്തുന്ന സർക്കാരും കോക്രോച്ച് ജനതാ പാർട്ടിയും തമ്മിലുള്ള ഒരു ഒത്തുതീർപ്പിലേക്ക് നീങ്ങുന്നോ എന്നുള്ള ഒരു സംശയം തന്നെയാണ് ബലപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ ഒരു പക്ഷേ സർക്കാരിൻ്റെ ഈ നിലപാടും മറ്റും അംഗീകരിച്ചുകൊണ്ട് കോക്രോച്ച് ജനതാ പാർട്ടി സമരത്തിൽ നിന്ന് പിന്മാറുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്. അഭിജിത് ദീപ്കെ ആകട്ടെ തങ്ങൾ സമരം തുടരുമെന്ന് നേരത്തെയും ഈ എക്സിലൂടെ അറിയിക്കുകയും ചെയ്തിരുന്നു. പ്രതിപക്ഷമായ കോൺഗ്രസ് പാർലമെന്റിനകത്തും പുറത്തും ഈ വിഷയത്തിലുള്ള തങ്ങളുടെ പ്രതിഷേധം തുടരുമെന്നുള്ള നിലപാടാണ് ആവർത്തിക്കുകയും ചെയ്യുന്നത്. അശ്വതി, ആദർശ്, വിവരങ്ങൾ വ്യക്തമാണ്.